ഇതാണ് പോർഷ് മെക്കാൻ ടർബോ ഇലക്ട്രിക് ന്യൂ ജനറേഷൻ മെക്കാന്റെ ഇലക്ട്രിക് വേർഷൻ. പോർഷ് ഇതിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ ഡിസൈനിൽ കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ്, ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ. ഈ മെക്കാൻ ഇലക്ട്രിക് ഇന്ത്യയിൽ 3 വേരിയന്റിൽ അവൈലബിൾ ആണ്. പുറത്താണെങ്കിൽ അത് 4 വേരിയന്റിലും. അതിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വേരിയന്റ് ആണ് ഈ ടർബോ ഇലക്ട്രിക്, അതായത് മാക്സിമം പവർ, മാക്സിമം പെർഫോമൻസ്. ഈ വാഹനം ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇതിന്റെ ഇലക്ട്രിക് മോട്ടറിൽ നിന്നും ലോഞ്ച് കൺട്രോൾ ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പവർ എന്നത് 639 PS ആണ്. അതേപോലെ ലോഞ്ച് കൺട്രോൾ ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടോർക്ക് 1130 ന്യൂട്ടൺ മീറ്റർ ആണ്. 0 to 100 വരുന്നത് 3.3 സെക്കൻഡ്സ് ആണ്. മാക്സിമം സ്പീഡ് വരുന്നത് 260 km/h ആണ്. 100 kWh ബാറ്ററി പാക്ക് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ റേഞ്ച് പറയുന്നത് അപ് ടു 590 km ആണ്. 0 to 80% ഫാസ്റ്റ് ചാർജിംഗ് ഉപയോഗിച്ച് ചാർജ് ആവാൻ എടുക്കുന്ന സമയം വെറും 21 മിനിറ്റ്സ് ആണ്. ഈ പോർഷ് മെക്കാൻ ടർബോ ഇലക്ട്രിക്കിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,68,62,000 രൂപ മുതലാണ്. പോർഷ് മെക്കാന്റെ പെട്രോൾ വേരിയന്റും ഇറക്കുന്നുണ്ട്. അതിലാകെ ഇന്ത്യയിൽ ഒറ്റ വേരിയന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. പുറത്താണെങ്കിൽ 4 വേരിയന്റ്. അതിന്റെ ഏറ്റവും ബേസ് വേരിയന്റ് മാത്രമേ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനാണെങ്കിൽ പഴയ ജനറേഷൻ ഡിസൈൻ തന്നെയാണ് അതിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് ഒന്നും അതിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ പോർഷ് മെക്കാൻ ടർബോ ഇലക്ട്രിക് ആണോ കാണാൻ ഭംഗി, അതോ പ്രീവിയസ് ജനറേഷൻ പോർഷ് മെക്കാൻ ഗ്യാസലിൻ ആണോ?